ജൂനിയർ ഇൻസ്പെക്ടറിലാണ് നിയമനം ലഭിക്കുന്നതെങ്കിൽ നമ്മൾ ബാങ്കുകളുടെ പരിശോധന ഉദ്യോഗസ്ഥനാണ്. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് പക്ഷേ സഹകരണ ബാങ്കുകളുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനയാണ് അവർ ചെയ്യുന്നത്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനെ സംബന്ധിച്ചുള്ള സിലബസ് ചേഞ്ച് വരാൻ ഇടയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അപ്ഡേഷൻസിലേ വരുള്ളൂ. ഇപ്പോൾ ബാങ്കിങ്ങിൽ മാറ്റങ്ങൾ വരാം, ലോയിൽ മാറ്റങ്ങൾ വരാം. പിന്നെ ചോദിക്കുന്ന ചോദ്യം സാർ, ഈ പലരും ഈ GK കറണ്ട് അഫയേഴ്സ് ഒക്കെ വരില്ല എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത് അക്കൗണ്ടിംഗ് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നു. കാരണം ഒരുപാട് വട്ടം നമ്മൾ കുട്ടികളോട് സംവദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അക്കൗണ്ടിംഗ് എന്നുള്ള ചോദ്യങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കാവോ എന്നുള്ളത്. എങ്ങനെയാണ് സാർ അതിന് അക്കൗണ്ടിങ്ങിന് ഒരു സാധ്യത സാറിന് കാണുന്നുണ്ടോ? ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ് എന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം എൻ്റെ ഒപ്പം ഇന്നൊരു സ്പെഷ്യൽ അതിഥിയുണ്ട്. കാരണം സ്പെഷ്യൽ അതിഥി എന്ന് പറയാൻ കാരണം നമുക്കറിയാം, നമ്മുടെ ഒരു മേഖല അപ്പോൾ വളരെ പ്രത്യേകിച്ചും സഹകരണ മേഖലയിൽ അടുത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ളത്. അപ്പോൾ സഹകരണ മേഖലയിൽ നിന്ന് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ ആ തസ്തികയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങളോട് ആധികാരികമായി, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറേ ആശങ്കകളും കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് ആധികാരികമായി സംസാരിക്കാൻ പറ്റിയൊരു വിശിഷ്ട അതിഥിയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുരളീധരൻ സാർ, സ്വാഗതം. സാർ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഒന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം, എങ്കിലും നമ്മൾ അങ്ങനെ പരിചയപ്പെടുത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ നമുക്കറിയാം, ഈ ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലൂടെ വരികയും പിന്നീട് സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്ററായിട്ടൊക്കെ റിട്ടയർ ചെയ്ത് അതിനുശേഷം പരിശീലന രംഗത്തൊക്കെ വളരെ സജീവമായ വ്യക്തിത്വമാണ് മുരളീധരൻ സാറ്. അപ്പോൾ വെൽക്കം സാർ. സാറിന് എന്താണ് ഇപ്പോൾ ഫസ്റ്റ് എന്നതിൽ പറയാനുള്ളത് നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയെ കുറിച്ച്? ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ വകുപ്പിലെ ഏറ്റവും ഒരു എൻട്രി പോസ്റ്റാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. അതിൽ ധാരാളം പ്രൊമോഷൻ സാധ്യതകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് സർവീസ് കയറിക്കഴിഞ്ഞാൽ പിന്നെ സീനിയർ, സ്പെഷ്യൽ ഗ്രേഡ്, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിൻറ്റ് രജിസ്ട്രാർ, അഡീഷണൽ രജിസ്ട്രാർ വരെ പ്രൊമോഷൻ ആവാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ ഏജിലൊക്കെ സർവീസിൽ കയറുന്നവർക്ക് തീർച്ചയായിട്ടും അവർ അഡീഷണൽ രജിസ്ട്രാർ പോസ്റ്റിൽ എത്തി റിട്ടയർ ചെയ്യാൻ സാധിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. അത്രയും വലിയ, അതായത് ഒരു അഡീഷണൽ രജിസ്ട്രാർ വരെ, അപ്പോൾ അത് സെക്കൻഡ് പൊസിഷൻ ആണല്ലേ, സഹകരണ വകുപ്പിലൊരു സെക്കൻഡ് പൊസിഷനാണ് അഡീഷണൽ രജിസ്ട്രാർ എന്ന് പറയുന്നല്ലേ. അപ്പോൾ ആ ഒരു പൊസിഷൻ വരെ എത്താൻ സാധ്യതയുള്ള ഒരു പ്രൊമോഷൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ സാധാരണ സാർ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ 2024 ഈ ഒരു പരീക്ഷ വളരെ സീരിയസ് ആയിട്ട് കാണുന്നത്. കാരണം 2018 ശേഷം വരുന്നൊരു വിജ്ഞാപനമാണ്, കുറച്ച് കാലത്തിന് ശേഷം വരുന്ന വിജ്ഞാപനമാണ്. അപ്പോൾ പലരും ചോദിക്കുന്നത്, ഞങ്ങൾ എന്തിനാണ് ഈ ഒരു എക്സാമിനേഷന് ഇത്ര സ്പെഷ്യലായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, അതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ ഒരു പോസ്റ്റിനുള്ളതെന്ന് ചോദിക്കുന്നത്. എന്തായിരിക്കും സാർ അത്രക്കാരോട് നമുക്ക് പറയാനുള്ളൊരു മറുപടി എന്തായിരിക്കും? സർക്കാർ ജോലിയിൽ പല റിസ്ക്കുള്ള പോസ്റ്റുകളുണ്ട്, റിസ്ക് കുറവുള്ള പോസ്റ്റുകളുണ്ട്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഈ ജൂനിയർ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉണ്ട്. പക്ഷേ ഓഡിറ്ററും രണ്ടും ഇൻ്റർചേഞ്ചബിളാണ്, ഇൻസ്പെക്ടറും ഓഡിറ്ററും. ഓഡിറ്റർ അത്ര തുടക്കത്തിൽ റിസ്ക് ഇല്ല. പക്ഷേ ഇതിലെ അട്രാക്ഷൻ എന്ന് വെച്ചാൽ രണ്ടും ഫീൽഡ് ജോബാണ്. ഇപ്പോൾ 10 മണി തൊട്ടിട്ട് 5 മണി വരെ ജോലി ചെയ്യുക എന്നുള്ള ആ ഒരു ഇതൊന്നും മാറിയിട്ട് സ്വതന്ത്രമായി നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പോയി ജോലി ചെയ്യാനും ഇൻസ്പെക്ഷൻ റിപ്പോർട്ടായാലും ഓഡിറ്റ് റിപ്പോർട്ടായാലും ഒക്കെ കൊടുക്കുന്നതിന് വളരെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സഹകരണ ഇൻസ്പെക്ടറിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ജോബ് റോൾ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ബാങ്കിലാണോ നമുക്ക് ജോലി ലഭിക്കുക? പലരും സംശയമാണ്, ജൂനിയർ കോപ്പറേറ്റീവ് ഞങ്ങൾക്കൊരു ബാങ്കിലാണോ ജോലി ലഭിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിലാണോ ജോലി ലഭിക്കുക എന്നുള്ളൊരു സംശയം പലപ്പോഴും പലരും കാണാറുണ്ട് സാർ. അപ്പോൾ എന്താണ്, ഏത് ഒരു വകുപ്പിലേക്കാണ് നമുക്ക് ഇതിൽ നേരിട്ടൊരു പ്രവേശനം ലഭിക്കുന്നത് ഈ ഒരു പോസ്റ്റ് കൊണ്ട്? നമുക്ക് ജൂനിയർ ഇൻസ്പെക്ടറിലാണ് നിയമനം ലഭിക്കുന്നതെങ്കിൽ നമ്മൾ ബാങ്കുകളുടെ പരിശോധന ഉദ്യോഗസ്ഥനാണ്. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് പക്ഷേ സഹകരണ ബാങ്കുകളുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനയാണ് അവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ജൂനിയർ ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടാണ് ഓഡിറ്റ് ചെയ്യുക. അപ്പോൾ ഓഡിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ സഹകരണ ബാങ്കുകളിലാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ കൺട്രോളിംഗ് ഓഫീസർ ഉണ്ടാവും, പക്ഷേ ജോലി മുഴുവനും നമ്മൾ ബാങ്കുകളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതാണ്, അപ്പോൾ ആ ഒരു ജോബ് റോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് സഹകരണ വകുപ്പിലാണ് ജോലി, പക്ഷേ ബാങ്കുകളിലെ ഈ തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളായിട്ടാണ് ജോലി ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം, നിങ്ങൾ എല്ലാവരും പലപ്പോഴും നമ്മൾ എൻക്വയറി ചെയ്ത കുറേ സംശയങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു കാര്യം എപ്പോഴും ചോദിക്കുന്നത്, എന്താണ് CSEB എക്സാമിൽ നിന്നും അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന സൊസൈറ്റീസിൻ്റെ എക്സാമിൽ നിന്നും PSC നടത്തുന്ന അപ്പെക്സ് സൊസൈറ്റി എക്സാമിൽ നിന്നൊക്കെ എന്താണ് ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ വേർതിരിച്ചിരുത്തുന്ന ആ പോസ്റ്റ് എന്നാണ് പലരും ചോദിക്കാറ്. സാർ, എന്താ ആ മറ്റ് സഹകരണ പരീക്ഷകളിൽ നിന്ന് ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ മാറ്റി നിർത്തുന്ന ഒരു ഘടകം? മറ്റ് സഹകരണ പരീക്ഷകൾ ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണല്ലോ, ഇത് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റാണ്.
സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, നമുക്ക് പ്രൊമോഷൻ സാധ്യതകൾ ധാരാളം ഉണ്ടെന്നുള്ളത്. പിന്നെ പവർ, അധികാരം എന്ന് പറയുന്നത് ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റേജ് വരുമ്പോൾ ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർ അസിസ്റ്റന്റ് രജിസ്ട്രാറാണ്. അപ്പോൾ നമുക്ക് ബാങ്കുകളിന്മേലുള്ള നമ്മുടെ അധികാരം, അവരെ ജോലി ചെയ്യുന്നതിൽ നല്ല നിലയ്ക്ക് ഡയറക്റ്റ് ചെയ്യുകയാണ് ഈ ഇൻസ്പെക്ടർമാരുടെയൊക്കെ ജോലി. അപ്പോൾ ശമ്പളം ഒരു പക്ഷേ നല്ല സർവീസ് സഹകരണ ബാങ്കിലായിരിക്കും കൂടുതൽ ശമ്പളം. പക്ഷേ ഇവിടെ പ്രൊമോഷൻ സാധ്യതയും നമ്മുടെ ഉദ്യോഗത്തിൻ്റെ ഒരു വെയിറ്റേജ് ഉണ്ട്, ഒരു പവർ ഉണ്ട്. സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ ഗ്രാജുവേഷൻ ലെവലിലുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ സാലറി ഒക്കെ റിവൈസ് ചെയ്ത് വന്നപ്പോൾ കുറച്ചുകൂടി അത്യാവശ്യം നല്ല പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളതിൽ വരുന്നത്. ഇപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ വെച്ച് നോക്കും. ഇപ്പോൾ ഒരു 45,000 എമൗണ്ടിനടുത്ത് ഗ്രോസ് പേ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. ഇനി വൈകാതെ ഒരു റിവിഷൻ കൂടി വരാനുണ്ട്. 5 വർഷം കൂടുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് സാലറി റിവിഷൻ ഉണ്ടല്ലോ, അതുകൂടി വരുമ്പോൾ സാലറി ഒന്നുകൂടി കൂടും. അപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ വലിപ്പം മാത്രമല്ല, അതിൻ്റെ ഒരു പേ സ്കെയിലും പിന്നെ നമ്മുടെ അതിൻ്റെ ഒരു അധികാര പരിധിയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു പോസ്റ്റിന്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളിത് പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ, പ്രത്യേകിച്ച് അറിയാലോ 2018 ഒരു ഇത് വന്നു, അതിൻ്റെ എക്സാമിനേഷൻ 2020 നടക്കുന്നത്, 2021 ലിസ്റ്റ് വരുന്നത്, ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പഠിച്ചു തുടങ്ങുന്ന ഒരു സംശയം, പ്രത്യേകിച്ച് എല്ലാ ഉദ്യോഗസ്ഥരും, പ്രത്യേകിച്ച് ആദ്യമായിട്ട് എഴുതുന്ന ഉദ്യോഗാർത്ഥികളും അങ്ങനെ പലതരത്തിലുള്ള ഉദ്യോഗാർത്ഥികളും. അപ്പോൾ അവർക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് സാർ നമുക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റുക? ഇപ്പോൾ CSEBയുടെ പരീക്ഷയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ളൊരു അഡ്വാൻറ്റേജ് ഈ മാത്തമാറ്റിക്സും ഇംഗ്ലീഷും GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ആർട്സ് വിഷയങ്ങൾ പഠിക്കുന്നവർ പൊതുവെ മാത്സിനോട് ഒരു പേടിയുണ്ടാവും, അതുകൊണ്ടാണ് ആർട്സ് വിഷയങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ CSEB പരീക്ഷ വരുമ്പോൾ മാത്സ് എന്തായാലും ഉണ്ടല്ലോ, ഇവിടെ അതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്ലസ് ആയിട്ടുള്ളൊരു പോയിന്റ്. പിന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സും ഇല്ല. കാരണം അവിടെ എനിക്ക് തോന്നുന്നു ഈ കൊമേഴ്സ് ബേസ്ഡ് സബ്ജക്ട് പഠിച്ചവരൊക്കെ GK പൊതുവെ ഒന്ന് പിന്നെ. അതെ. അപ്പോൾ നന്നായിട്ട് സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ സഹകരണ നിയമം, കോർപ്പറേഷൻ, അക്കൗണ്ടൻസി, ബാങ്കിങ്, ഓഡിറ്റിങ്, ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മൈനസ് മാർക്ക് വരാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്താൽ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരും. അതാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ പിന്നെ ഇവർ ചോദിക്കുന്ന മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത്, ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ഒരു അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ ഒരു പോസ്റ്റ് വിളിച്ചു. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സിലബസ് മാറ്റം അവിടെ സംഭവിച്ചു. അപ്പോൾ അതേപോലെ സിലബസ് മാറ്റം ഇനി JCAയിൽ സംഭവിക്കുമോ, അല്ലെങ്കിൽ JCAയിലെ സിലബസിൽ ഈ പറയുന്ന അതർ സബ്ജക്ട്സുകളിൽ കൂടുതൽ കയറി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നു. സാറിൻ്റെ ഒരു നിഗമന പ്രകാരം എന്തായിരിക്കും, ഇങ്ങനെ ഒരു സിലബസ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുള്ള സാധ്യത സാറ് കാണുന്നുണ്ടോ? ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനെ സംബന്ധിച്ചുള്ള സിലബസ് ചേഞ്ച് വരാൻ ഇടയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അപ്ഡേഷൻസിലേ വരുള്ളൂ. ഇപ്പോൾ ബാങ്കിങ്ങിൽ മാറ്റങ്ങൾ വരാം, ലോയിൽ മാറ്റങ്ങൾ വരാം. അത്തരം സബ്ജക്റ്റിൽ അപ്ഡേഷൻസ് അല്ലാതെ ഫണ്ടമെൻ്റലായിട്ട് മാറാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ BCom കോർപ്പറേഷൻ HDC JDC ആണ്. അതേസമയം അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്കിൽ വിളിച്ചാൽ അതല്ല, എനി ഡിഗ്രിയാണ്. അപ്പോൾ എനി ഡിഗ്രി ഉള്ളവരോട് കോർപ്പറേഷനും ലോയും ചോദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് PSCയുടെ ഗ്രാജുവേഷൻ ലെവൽ പരീക്ഷയുടെ ഒരു സിലബസിലേക്ക് അത് മാറി. പക്ഷേ അതുകൊണ്ട് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഒരിക്കലും അങ്ങനെ വരില്ല. കാരണം ഇവിടെ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യാൻ പോകുന്നത്, സഹകരണം അറിഞ്ഞിരിക്കണം, നിയമം അറിഞ്ഞിരിക്കണം, കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെ മാറില്ല. പക്ഷേ അപ്ഡേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ചിലപ്പോൾ കോർപ്പറേഷനിൽ ചില ടോപ്പിക്കുകൾ ഉൾപ്പെടുത്താം, ചിലപ്പോൾ മാറ്റി വയ്ക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം ഒരു പക്ഷേ അല്ലേ? അതിലിപ്പോൾ ഫോറിൻ കോർപ്പറേഷനെ കുറിച്ചാണ് പൊതുവെ ഒരു ആശങ്ക. അത് പഠിക്കേണ്ട കാര്യമുണ്ട് ഇല്ല എന്നുള്ളൊരു രണ്ട് അഭിപ്രായം നിൽക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഏത് സിലബസ് PSCയുടെ സിലബസ് ആയാലും അവസാനം അതിനൊരു വേർഡ് പറയാറുണ്ട്, ഇതിന്ന് പുറത്ത് ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഒരു നിങ്ങളുടെ പോസ്റ്റിന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്, ആ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടുള്ള ഏത് സബ്ജക്റ്റ് എന്നുള്ള ചോദ്യങ്ങൾ വരാമെന്ന് അവർ പറയുന്നൊരു അവസാനം അവരൊരു ജാമ്യം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ചോദ്യങ്ങൾ വന്നാൽ പോലും അതിന് കുറ്റം പറയാൻ വേണ്ടി ചെറിയ ശതമാനം അങ്ങനെ വരാം. പക്ഷെ എന്തായാലും കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. പിന്നെ ചോദിക്കുന്ന ചോദ്യം സാർ, ഈ പലരും ഈ GK കറണ്ട് അഫയേഴ്സ് ഒക്കെ വരില്ല എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത് അക്കൗണ്ടിംഗ് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നു. കാരണം ഒരുപാട് വട്ടം നമ്മൾ കുട്ടികളോട് സംവദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അക്കൗണ്ടിംഗ് എന്നുള്ള ചോദ്യങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കാവോ എന്നുള്ള. എങ്ങനെയാണ് സാർ അതിന് അക്കൗണ്ടിങ്ങിന് ഒരു സാധ്യത സാറിന് കാണുന്നുണ്ടോ? അല്ല, അക്കൗണ്ടൻസി ആൾറെഡി ഇതിനകത്ത് ഉണ്ടല്ലോ. അക്കൗണ്ടൻസി പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് അത് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഓഡിറ്റിംഗ് ഇപ്പോൾ CSEBയിൽ സെപ്പറേറ്റ് പേപ്പർ ആയും അല്ല, അത് അക്കൗണ്ടിങ്ങിൻ്റെ കൂടെ വന്നു. അപ്പോൾ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ആണ് ഇപ്പോൾ CSEBയുടെ ക്വസ്റ്റ്യൻ്റെ പേപ്പറിൻ്റെ പേര്.
പക്ഷേ ജൂനിയർ ഇൻസ്പെക്ടർ വരുമ്പോൾ തീർച്ചയായിട്ടും കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങും ചോദിക്കും, അതിൻ്റെ ഓഡിറ്റിങ്ങും ചോദിക്കും. പേപ്പർ ഇല്ലെങ്കിലും ചോദിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് അതൊന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ ഓഡിറ്റിംഗ്, കോപ്പറേറ്റീവ് പ്രാക്ടിക്കൽ ഓഡിറ്റിംഗ്, അതിന്ന് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം. കാരണം ആ ഒരു സബ്ജക്റ്റിലുള്ളതിനൊക്കെ കൂടുതൽ കുറച്ചും കൂടി ഡീപ്പായിട്ട്. പിന്നെ സാർ നമുക്ക് അറിയാം, ഇപ്പോൾ CSEB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു ഡീറ്റെയിൽ സിലബസ്, ഒരു വേഗ് ആയിട്ടുള്ള സിലബസ് പലപ്പോഴും ലഭിക്കുക. ഇവിടെ ഒരു പ്രിസൈസ് ആയ സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. എങ്കിൽ പോലും ഈ CSEBക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില ഭാഗങ്ങൾ നമ്മളെല്ലാം ഒന്ന് തൊട്ട് തലോടി പഠിച്ചു പോകുന്ന രീതിയിലാണ് CSEB നമ്മൾ ഉണ്ടാവുക. പക്ഷേ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കണം എന്ന് സാറിന് അങ്ങനെ തോന്നാറുണ്ടോ? അത് ശരിയാണ് ഒരു പരിധി വരെ. കാരണം CSEB എന്ന് പറയുമ്പോൾ അത് പോസ്റ്റ് ക്ലർക്കാണ്. ഇവിടെ ജൂനിയർ ഇൻസ്പെക്ടറാണ്, ഗ്രാജുവേഷനാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ടും ഡീപ്പായിട്ടും ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതിന് വേറൊരു കാര്യമുണ്ട്, 3 വർഷം കൂടുമ്പോഴാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് കാത്തിരുന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ അതിനനുസരിച്ച് ഉണ്ടാകുന്നുള്ളത് കൊണ്ട് ചോദ്യങ്ങൾക്കും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കാം. പിന്നെ പലരും ചോദിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയുടെ പരീക്ഷയായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നത്. കാരണം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോഴത്തെ ഒരു CSEB ഇതൊക്കെ വെച്ചുകൊണ്ട് വളരെ എളുപ്പമുള്ളൊരു പരീക്ഷയിലാണ് അത് പലരും നോക്കിക്കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ അത് കണ്ടിട്ട് അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയുടെ പോസ്റ്റ് പരീക്ഷ എന്നൊക്കെയാണ് ചിലർ വിലയിരുത്തുന്നത്. പക്ഷേ അതെന്നൊക്കെ മാറി ഒരു പക്ഷേ അത് ആ പാറ്റേൺ എന്നൊക്കെ മാറിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചിലപ്പോൾ നമുക്ക് ഈ എക്സാമിന് പ്രതീക്ഷിച്ചൂടെ? പാറ്റേൺ മാറാൻ സാധ്യത ഇല്ല, ഉണ്ടെങ്കിൽ അത് അറിയിക്കും PSC. അത് സാധാരണഗതിയിൽ ഇതിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലോയൊക്കെ ഇപ്പോൾ അമെൻമെൻ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാം. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഒന്നുകൂടി ചിന്തിച്ച് ഉത്തരം എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അത് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് 4ഉം ഇത് ശരി ഉത്തരമല്ലേ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അതായത് 4ഉം ഇതിൻ്റെ ഉത്തരമാണെന്ന് നമ്മളെ പോലെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കും, ഇത് 4ഉം ഇതിൻ്റെ ഉത്തരമല്ലേ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സാധാരണ കാണാറുണ്ട്. അപ്പോൾ സാറിന് ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ ആദ്യമായിട്ട് ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അപേക്ഷിച്ച് പഠിക്കാൻ തുടങ്ങുന്ന ഒരുപാട് അവർക്കാണ് ഒരുപാട് ആശങ്കകൾ. കാരണം നമുക്ക് സെപ്റ്റംബർ മുതൽ നവംബർ വരെ ഏത് മാസവും ഈ പരീക്ഷ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് അവരോട് സാറിന് എന്താ പറയുള്ളത്, പഠിച്ചു തുടങ്ങുന്നവരോട്? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ ആൻസറിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടാൻ സാധിക്കണം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. 2 ഓപ്ഷൻസ് തമ്മിൽ ഒരു മത്സരമില്ല. ഏത് ഉദ്യോഗാർത്ഥിക്കും ഫ്രഷ് ആണെങ്കിലും അല്ലെങ്കിലും ആദ്യത്തെ 2 ഓപ്ഷൻസ് അത് ഒഴിവാക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷേ ബാക്കി 2 തമ്മിലുള്ള മത്സരം അതിഗംഭീരമായിരിക്കും. അപ്പോൾ ചിലർക്ക് നമ്മൾ വിചാരിക്കുക ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽപ്പാണെന്നാണ് വിചാരിക്കുക. വാസ്തവത്തിൽ ഓപ്ഷൻ നമ്മളെ കൺഫ്യൂസ് ചെയ്യാനാണ്. സത്യത്തിൽ നമ്മൾ കറക്റ്റായിട്ട് 4 ഓപ്ഷനിൽ ശരിയുത്തരം പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് ഈ ഓപ്ഷന് സഹായത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ആൻസർ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മൈനസ് മാർക്ക് ഒഴിവാക്കിക്കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ ഘടകം. കാരണം നമുക്ക് CSEBയിൽ കൂടുതൽ പേര് CSEB എക്സാം എഴുതുന്നവരാ. കാരണം അവിടെ ഈ മൈനസ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട്, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് അവർ ലാവിഷായിട്ട് എക്സാം എഴുതുന്നവരാ. അപ്പോൾ ആ പാറ്റേൺ നിന്ന് മാറിയിട്ടാണ് ഇപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് ആ ശരി ഉത്തരം മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഓപ്ഷൻസിന് ആവശ്യമില്ലാതെ എഴുതാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നിങ്ങൾ ചോദിക്കുന്നൊരു കാര്യം എന്ന് പറയുന്ന ഇതൊരു ജോബ് റോളിനെ കുറിച്ചൊക്കെ സാധാരണ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ജോബ് റോൾ എന്താണ് ഒരു കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് വരുന്നു കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും ഉള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട എന്തെങ്കിലും സ്ട്രാറ്റജീസും കാര്യങ്ങളും ഉണ്ടോ എന്നാണ് എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത്. സാറിന് അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശം, എന്തെങ്കിലും പഠിച്ചു തുടങ്ങുന്നവർ അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഈ ഒരു കുറച്ച് മാസങ്ങളിൽ ഇത്രയും ഒരു സബ്ജക്റ്റ് കവർ ചെയ്തെടുക്കാറുള്ള എന്തെങ്കിലും സാറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടാവുമോ? ഇപ്പോൾ പൊതുവേ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോഴേ സാധാരണ കുട്ടികൾക്ക് തന്നെ ഒരു ലോജിക്ക് ഉണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ഏതാണ്, അൺഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് അവർ സ്വയം ഒന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. പിന്നെ എപ്പോഴും നമ്മൾ അൺഇമ്പോർട്ടൻ്റ് ഈസ് ആൾവേസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വിശേഷിച്ച് വരുന്നുള്ളത് വേറൊരു വാസ്തവമാണ്. എന്നിരുന്നാലും നമുക്കൊരു ഐഡിയ ഉണ്ടാവും. പിന്നെ ഈ പഠിക്കുന്നതിനേക്കാൾ ഉപരി പഠിച്ച കാര്യങ്ങൾ നമ്മൾ ആൻസർ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. അത് ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പിന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ബൈഹാർട്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ബൈഹാർട്ട് പഠിച്ചേ പറ്റൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ചില വർഷങ്ങൾ, ആ വർഷങ്ങൾ നമ്മൾ മെമ്മറിയിൽ സൂക്ഷിച്ചിട്ട് അത് തെറ്റാതെ എഴുതണം. അങ്ങനെ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സിസ്റ്റമാറ്റിക്കായിട്ട് തുടക്കത്തിലേ അതൊരു പേപ്പറിലേക്ക് എഴുതി നമ്മൾ അതിനെക്കുറിച്ച് എല്ലാ ദിവസവും അതിനെക്കുറിച്ചൊന്ന് റെഫറൻസ് ചെയ്യുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ പല തെറ്റുകളും ഒഴിവാക്കാൻ സാധിക്കും.
പിന്നെ ആ സാറ് അത് പറഞ്ഞപ്പോൾ ഞാൻ അതിന് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ഈ ഇവർ എല്ലാവരും ഭയങ്കര ഈ മോക്ക് ടെസ്റ്റുകളും മറ്റേ ഡെയിലി ടെസ്റ്റുകളെ കുറിച്ച് ഇവർ കൂടുതൽ ടെസ്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്ത് ഇവർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഇവർ കാണുന്ന ഒരു പ്രാക്ടീസ് മാച്ചായിട്ടാണ്. അപ്പോൾ ഇവർ ആ പെർഫോമൻസ് എടുത്തുന്ന പ്രാക്ടീസ് മാച്ചിൽ ഇവരെല്ലാവരും നല്ല പെർഫോമൻസാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ അവർ ഫൈനൽ മാച്ച് കളിക്കാൻ ചെല്ലുന്ന സമയത്ത് ആ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ എക്സാമിനേഷൻ വരുമ്പോൾ ഇവർ വല്ലാണ്ട് ഈ പ്രഷറൈസ് ആയിപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സമ്മർദ്ദവും ഒരുപാട് ഇതും. അപ്പോൾ എന്തായിരിക്കാം ഒരു ഇത്രയും നന്നായി പെർഫോം ചെയ്തിട്ട് ഇത്തരം ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത്? അതിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ ചോദ്യ പേപ്പർ ആദ്യം ലഭിക്കുമ്പോൾ ഫസ്റ്റ് മാത്തമാറ്റിക്സ് ആണെങ്കിൽ കുട്ടികളുടെ മൂഡ് കംപ്ലീറ്റ് പോയി. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഏത് ആദ്യം വന്നോട്ടെ, പക്ഷെ നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആദ്യം അറ്റംപ്റ്റ് ചെയ്തോളുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഒരു 3 റൗണ്ടിൽ ഈ ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് CSEBയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, 3 റൗണ്ടിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസിന് സ്പീഡിൽ പോകാനുള്ള ഒരു ചാൻസ് നമുക്ക് ഈ പരീക്ഷ സമയത്തിനകത്ത് ഉണ്ടാവും. ആദ്യത്തെ റൗണ്ടിൽ ജസ്റ്റ് 100% ഓക്കെ ഉള്ളത് മാത്രം മാർക്ക് ചെയ്യുക. സെക്കൻഡ് ആ റൗണ്ടിൽ തന്നെ അടുത്ത് നമ്മൾ ശരിയാണെന്ന് ഏകദേശം തോന്നുന്നു വേറൊരു മാർക്കിട്ട് പോകണം. പിന്നെ ലാസ്റ്റ് റൗണ്ടിൽ എല്ലാം ഒന്നുമില്ലെങ്കിലും നമുക്ക് കറക്കി കുത്തുക എന്ന് പറയില്ലേ, ആ ഒരു ശൈലിയിലേക്ക് വന്നാൽ മുഴുവൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അപ്പോൾ നമുക്ക് മുഴുവൻ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ JCയിലേക്ക് വരുമ്പോൾ അത്ര സാധ്യതകളില്ല. അവിടെ നമുക്ക് ഉറപ്പിലേക്ക് മൈനസ് മാർക്ക് ഉള്ളത് കൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. അവിടെ നമുക്ക് 3ാമത്തെ റൗണ്ട് ഇല്ല. അവിടെ കൃത്യമായിട്ട് ഉത്തരവുള്ളവരൊന്നും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ നമുക്കറിയാം ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തിക നിങ്ങൾ 31-ാം തീയതി ഡേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് അപ്ലൈ ചെയ്യണം. പിന്നെ അതിൽ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഈ ഒരു തസ്തികയുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, പ്രശ്നങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് സാറിന് ചോദിക്കുക, സാർ ഇപ്പോൾ ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിൽ കയറിയാണ്, എന്തായിരുന്നു സാറിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അനുഭവം, എങ്ങനെയായിരുന്നു ഈ ഒരു പ്രൊഫൈലൊക്കെ സാറിന് ഫീൽ ചെയ്തിട്ടുള്ളത്? സാർ പല മേഖലയിലും ജോലി ചെയ്തിട്ടുള്ള ആളാണ്, പരിശീലന മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അധ്യാപനം ജോലി ചെയ്തിട്ടുണ്ട്, പല മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ എങ്ങനെയായിരുന്നു സാറിൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരുന്നത്? ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ സർവീസ് കയറിക്കഴിഞ്ഞാൽ, കയറുന്നതിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി എല്ലാവരും സുഹൃത്തുക്കളായിരിക്കും. ആരും നമ്മളെ ബുദ്ധിമുട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. നമ്മുടെ സുപ്പീരിയർ ഓഫീസർ വരെ നമുക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തരും. ഇപ്പോൾ ഓഡിറ്റിങ്ങിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ടീം ഓഡിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജൂനിയർ ഓഡിറ്റർ അതിലൊരു ഭാഗമാണ്. അപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ അല്ലെങ്കിൽ ജോയിൻറ്റ് ഡയറക്ടർ ആ തസ്തികയിലിരിക്കുന്ന ആൾക്കാരുടെ ഒപ്പം വരെ നമുക്ക് തുടക്കത്തിൽ ജോലി ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ടീം ഓഡിറ്റ് ഇപ്പോൾ തുടങ്ങിയത് കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് കയറി കഴിഞ്ഞാൽ അവർ നമ്മളൊരു കുടുംബം പോലെയാണ് അവരുടെ പ്രവർത്തനവും പെരുമാറ്റവും എല്ലാം. അതുകൊണ്ട് ടെൻഷനൊന്നും പിന്നെ വരില്ല, ഹെൽപ്പ് ചെയ്യും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണ് നമ്മൾ ജോലി പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സാറിന് വലിയൊരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു അറ്റ്മോസ്ഫിയറൊക്കെ നമുക്ക് ലഭിക്കുന്നു. പിന്നെ ഈ പറയുന്ന ജോലികൾക്കൊക്കെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാ ജോലികൾക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പറയും ചിലപ്പോൾ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കയറുന്നു, നല്ല തിരക്കുള്ള ബാങ്കിലാണെങ്കിൽ അത്യാവശ്യം വർക്കിലൂടെ അവിടെ തന്നെ ലഭിക്കുന്നു. ക്യാഷിലിട്ട് കഴിഞ്ഞാൽ ആദ്യമേ ക്യാഷിലിട്ട് കഴിഞ്ഞാൽ തന്നെ പ്രശ്നമുണ്ടാകും. ക്യാഷ് ടാലി ആകാതെ വരുമ്പോൾ കയ്യിൽ നിന്ന് പൈസ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ എല്ലാ ഇതിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കണക്കിലാക്കണം. പിന്നെ ഇത് പറയുന്നത് ഈ പോസ്റ്റാണ്, അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നതാണ്. പിന്നെ പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിലുള്ള വലിയ പ്രശ്നം നമ്മൾ കാണുന്നത് എക്സാം ഡേറ്റ് അറിഞ്ഞതിന് ശേഷം മാത്രം പഠിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താ സാറിൻ്റെ ഒരു അഭിപ്രായം? ഈ എക്സാം ഡേറ്റ് കൃത്യമായി നമ്മുടെ മുന്നിലേക്ക് എത്തിയാലേ നമ്മൾ പഠിച്ചു തുടങ്ങുന്നുള്ളൊരു വാശി പലർക്കും ഉള്ള ഒരു തോന്നൽ, അത് ഒരുപക്ഷെ നല്ലതാണോ അല്ലെങ്കിൽ ഒരു മോശം പ്രവണതയാണോ എന്നാണ് സാറിന്? ആ ചോദ്യത്തിൻ്റെ പ്രസക്തി അതായത് നമ്മളിപ്പോൾ ഈ CSEBയുടെ കാര്യത്തിൽ 3 വിഭാഗം കുട്ടികളാണ്. ഒന്ന് കോഴ്സ് കഴിഞ്ഞ് ഫ്രഷായിട്ട് കോഴ്സ് കഴിഞ്ഞ് ഉടനെ ജോലിയിലേക്ക് കയറാൻ വേണ്ടി കോച്ചിങ്ങിന് വരുന്ന വിഭാഗം. വേറൊരു വിഭാഗം നേരത്തെ പഠിച്ചു, പിന്നെ കല്യാണവും മറ്റ് പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഇതിലേക്ക് വരുന്ന സാഹചര്യം. പിന്നെ മറ്റ് പല ജോലികളും നോക്കി ഫെയിലിയറായിട്ട് അവസാനം വീണ്ടും സഹകരണത്തിലാണ് ചാൻസ് എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇത് 3 സൈക്കോളജിയാണ്. ഇതിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാറ്റഗറി അവർ നേരത്തെ പഠിച്ച് തുടങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പരീക്ഷ ഡേറ്റ് അവർ ആൾറെഡി ഫിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ സാങ്കേതികമായിട്ടുള്ള ഡേറ്റ് ഫിക്സേഷൻ അവരെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല. ഈ ഫ്രഷായിട്ട് കഴിഞ്ഞ കുട്ടികളാണ്, കാരണം അവർക്ക് ഏജ് കുറവാണ്, അവരുടെ ആ ഏജിൻ്റേതായിട്ടുള്ള മെച്യൂരിറ്റി അവർ എത്തിയിട്ടുള്ളൂ, ഒരു ജോലിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ല. അവരൊക്കെയാണ് ഹാൾ ടിക്കറ്റ് വരുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ രണ്ടുപേരും അതിൻ്റെതായ രീതിയിൽ പഠിച്ചു. ഇപ്പോൾ എക്സാം ആയിട്ട് പറഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തിക ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ മുതൽ നവംബർ മുതൽ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ അഭിപ്രായം ഇതൊരു പഠിച്ചു തുടങ്ങേണ്ട സമയം തന്നെയാണെന്നല്ലേ സാറ് കണക്കായത്? അപ്പോൾ ഇത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുമ്പോൾ കിട്ടുന്നൊരു ബെനിഫിറ്റ്, ഒരു മേൽക്കോയ്മ എന്തായിരിക്കും സാർ ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത്? അല്ല, ഇപ്പോൾ പഠനം ഏതായാലും അത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം.
ഇപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സമയം കറക്റ്റാണ്. കറക്റ്റാണ്, അതെ. ഇനി എന്തെങ്കിലും കാരണവശാൽ പരീക്ഷ എക്സ്റ്റെൻഡ് ചെയ്താൽ അത് നമുക്ക് ബോണസാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് ജോലി പ്രവേശിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഇപ്പോൾ കറക്റ്റ് സമയമാണ്. ഇപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നു. ആ പരീക്ഷയ്ക്ക് ഉള്ള സമയം സഫീഷ്യൻ്റ് ആണ്. പിന്നെ ഒരു എക്സ്റ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ബോണസ് കൂടി ഉപയോഗിച്ചെടുത്ത് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും. അപ്പോൾ സാർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു എക്സാം ഡേറ്റ് നമ്മുടെ മുമ്പിൽ ഒരു സെപ്റ്റംബർ ഒരു പരീക്ഷ കലണ്ടർ മന്ത്ലി കലണ്ടർ വരുമ്പോൾ കൃത്യമായിട്ട് ഡേറ്റ് ഒക്കെ നമുക്ക് കിട്ടും. അതുവരെ നമുക്കറിയാം സെപ്റ്റംബർ നവംബർ എല്ലാവരും കിട്ടും. അപ്പോൾ ഇപ്പോൾ പഠിച്ചുറങ്ങുന്നവരെ സംബന്ധിച്ച് നമ്മൾ വേണമെങ്കിൽ സെപ്റ്റംബർ മുന്നിൽ കണ്ട് തന്നെ പഠിച്ചുറങ്ങാണ്. അതെ, സെപ്റ്റംബർ കണ്ടിട്ട് പഠിച്ചുറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മുകളിൽ കിട്ടുന്നതൊക്കെ നമുക്ക് ബോണസാണ്. അപ്പോൾ കൂടുതൽ റിവിഷൻ നടത്താനും കൂടുതൽ പഠിക്കാനൊക്കെ ഉള്ള ഒരു സമയം നമുക്ക് എക്സ്ട്രാ കിട്ടും കൂടി ചെയ്യാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ വേണം നമ്മൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിൽ. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരുപാട് സംശയങ്ങളും ആശങ്കകളൊക്കെ മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ അനുഭവ സമ്പത്തിൽ നിന്നാണ് ഇത്തരം കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ സാർ ഇപ്പോൾ ഒരു ഇവർ എക്സാം എഴുതാൻ പോകുന്നവരോട് സാറിന് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അഡ്വൈസ് ഒന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എങ്കിലും ഒന്ന് പറയാനുള്ളൊരു കാര്യം എന്താണ് സാർ? അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ ഒഴിവാക്കണം. അപ്പോൾ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് വന്നു എങ്കിൽ നമുക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സെൻറ്റർ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് സമയത്തിന് പരീക്ഷ തുടങ്ങുന്നതിന് സമയത്തിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മളെ അവിടെ എത്താൻ നോക്കണം. ആ ഒരു പ്രശ്നം വലിയ പ്രശ്നമാണ്. കാരണം ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ട് അവിടെ വൈകി എത്തി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പഠിച്ച മുഴുവനും എഴുതാൻ പറ്റാത്ത സാഹചര്യം വരും. കാരണം പെട്ടെന്ന് നമ്മുടെ അത് ഒന്ന്. രണ്ടാമത് ചോദ്യപേപ്പർ കണ്ടാൽ ഉടനെ ആൻസറിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് 1-2 മിനിറ്റ് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് ഒരു സാവകാശം എടുക്കുക. അപ്പം നമ്മുടെ മൈൻഡ് ഒന്ന് പീസ്ഫുൾ മൈൻഡ് വെച്ചിട്ട് വേണം നമ്മൾ ആൻസർ തുടങ്ങാൻ. അത് 2 കാര്യങ്ങൾ ചെയ്താലും പിന്നെ ഈ മൈനസ് മാർക്ക് ഒഴിവാക്കാനുള്ള ഒരു ടെക്നിക്ക് കൂടി അത് പരമാവധി ഇല്ലാതാക്കുക. അതിന് കൂടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ സമയത്തിനകത്ത് പരീക്ഷ എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വാലിഡായ കുറച്ച് കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. പ്രത്യേകിച്ച് എനിക്കും വ്യക്തിപരമായിട്ടും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞെന്നുള്ളത്. സാറിനെ പരിചയപ്പെടുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞ വളരെ കാര്യമാണ്. അതായത് നമ്മൾക്ക് ഈ മേഖലയിലുള്ളവർക്കൊക്കെ വളരെ ഒരു മുൻഗാമിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മുരളി സാർ എന്ന് പറയുന്നത്. അപ്പോൾ സാറിന് കുറച്ച് വിലപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ജൂനിയർ കോപ്പറേറ്റീവ് തസ്തികയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ആ തസ്തികയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പോൾ പഠിച്ചു തുടങ്ങാൻ പറ്റിയ കൃത്യമായ അവസരമാണ്. അതുപോലെ സാറ് തന്നിരിക്കുന്ന ഒരുപാട് വാലിഡായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജനുവരി 31 അപേക്ഷിക്കാൻ സമയമുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അപേക്ഷിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. അതിന് പറ്റിയ ഏറ്റവും വലിയൊരു സമയമാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ പഠിക്കുക. സാറ് പറഞ്ഞ പോലെ ടെൻഷനൊന്നും ഇല്ലാതെ കൃത്യമായി പ്രിപ്പയർ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അതിന് എല്ലാ വിജയാശംസകളും എൻ്റെ ഭാഗത്തു നിന്ന് നേരാണ്. അപ്പോൾ അതുപോലെ തന്നെ വളരെ നന്ദി സാർ, ഇങ്ങനൊരു സെഷൻ നമ്മുടെ കുട്ടികൾക്കായിട്ടും അതുപോലെ നമുക്കായിട്ട് തന്നതിന് താങ്ക് യു സാർ. നന്ദി. എല്ലാ വിജയാശംസകളും എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസിക്കുന്നു. താങ്ക് യു സാർ.